പത്മനാഭൻ സാറിൻ്റെ അരപ്പട്ട കെട്ടി ഗ്രാമത്തിൽ എന്ന ചിത്രത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സഹായമായിട്ട് കൂടുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം പത്മനാഭൻ സാറ് വർക്ക് ചെയ്ത പടമാണ് കൂടവിടെ. കൂടവിടയിലാണ് ഞാൻ വീണ്ടും വർക്ക് ചെയ്യുന്നത്. കൂടവിടെ ഞാനുള്ള സജീവമായിട്ട് വർക്ക് ചെയ്തു, എൻ്റെ എഡിറ്റിങ്ങിലൊക്കെ ഉള്ള സജീവമായിട്ട് വർക്ക് ചെയ്തു. അതിലൂടെയാണ് റഹ്മാൻ ചലച്ചിത്ര രംഗത്ത് എത്തുന്നത്. പിന്നെ കൂടവിടയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. സുഹാസിനി എന്ന പ്രശസ്ത നായികയെ മലയാളത്തിന് സമ്മാനിച്ചു സാറ്. അത് വളരെ ഡിഫറൻ്റായിട്ടൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ ശ്രീ മമ്മൂട്ടിയുടെ അനന്യസാധാരണമായ പ്രകടനം, സിനിമയിൽ അദ്ദേഹം അവിഭാജ്യ ഘടകമായി മാറിയ ചിത്രങ്ങളൊന്നായിരുന്നു കൂടവിടെ. പിന്നെ ഗാനങ്ങളുടെ കാര്യത്തില്ലേ, അർത്ഥസമ്പുഷ്ടമായ വരികൾ ONV സാറിൻ്റെ, അതിന് ജോൺസൻ്റെ അതിമനോഹരമായിട്ടുള്ള ഈണം, അതിനേക്കാൾ അനശ്വരമായ ഗാനങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ കാരണമാക്കി ജാനകിയമ്മയുടെ ശബ്ദം, അങ്ങനെ വളരെ വ്യത്യസ്തമായിരുന്നു കൂടവിടെ. ആടിവാകാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ജോൺസൺ മാഷിനെ തന്നെയാണ്. ജോൺസൺ മാഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളിലും ഓർക്കസ്ട്രേഷൻ ഒരു വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് വയലിനൊക്കെ ഒരുപാട് ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മാഷിൻ്റെ എല്ലാ പാട്ടുകളിലും. ഈ ആടിവാകാറ്റ് എന്ന പാട്ട് ഇപ്പോഴും സ്റ്റേജിൽ ഗാനമേളകൾക്ക് പാടിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പാട്ട് നമ്മൾ ഓർക്കുമ്പോൾ സുഹാസിനിയുടെ മുഖം ഓർമ്മ വരും. അല്ലെങ്കിൽ റഹ്മാൻ ആ ഒരു തീൻ്റെ ഒരു വളയത്തിൽ കൂടെ ചാടുമ്പോൾ സുഹാസിനി ഇങ്ങനെ കൈയടിക്കും. അതൊക്കെ ആ പിക്ചേഴ്സ് എല്ലാം നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോൾ എവിടെ ഇരുന്ന് കേട്ടാലും ഓർമ്മ വരും. അത്രയ്ക്ക് ബ്ലെൻഡാണ് ആ പിക്ചറൈസേഷൻ. അരമമണി നിർമ്മിച്ച ചിത്രമായിരുന്നു തിങ്കളാഴ്ച ദിവസം. വളരെ മലയാള സിനിമയിൽ വളരെ കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള സിനിമയാണ് തിങ്കളാഴ്ച ദിവസം. ആ ചിത്രം വർക്ക് ചെയ്യാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ. കവിയൂർ പെണ്ണുമയായിരുന്നു പ്രധാന വേഷം, അമ്മയുടെ വേഷം. ഗ്രാമീണത നിറഞ്ഞ ഒരമ്മയുടെ നൊമ്പരം, അതാണ് ആ ചിത്രം പറയുന്നത്. അന്നും ഇന്നും എന്നും പ്രസക്തമാണ് ആ ചിത്രം. പൊന്നമ്മ ചേച്ചിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ല് തന്നെയാണ് ആ ചിത്രം. അമ്മയെ മറക്കുന്ന ഓരോ മക്കൾക്കും ഇതൊരു പാഠമാണ്, അമ്മയെ ഓർമ്മിക്കുക എന്നുള്ളത്. അന്നും ഇന്നും ഈ പ്രശ്നമുണ്ട്. നമ്മളൊരു ക്രൗഡിലിരുന്നത് കണ്ടുപോയാൽ, ക്രൗഡിൽ ബഹളത്തിലിരുന്ന് കണ്ടുപോയാൽ പോലും എവിടെയെങ്കിലും ചില നിമിഷത്തിൽ നമ്മളൊന്ന് തേങ്ങിപ്പോകും. അത്ര സത്യസന്ധമായിട്ടുള്ളൊരു ചിത്രമാണ്. അതിൽ ചുനക്കര രാമൻകുട്ടി സാർ എഴുതിയ പാട്ടാണ്. വളരെ വ്യത്യസ്തമായ ഗാനം, ഒരു ഗാനമേ ഉള്ളൂ, വളരെ വ്യത്യസ്തമായ ഗാനം. വീശി